ജനസാഗരം സാക്ഷിയാക്കി പ്രസിദ്ധമായ മടിയൻകൂലോം ക്ഷേത്ര കലശ മഹോത്സവത്തിന് ധന്യമായ പരിസമാപനം. ഇതോടെ അല്ലടദേശത്തെ മറ്റൊരു കളിയാട്ടക്കാലം കൂടി അരങ്ങൊഴിഞ്ഞു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഭുവനേശ്വരി ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, കനിയന്തോൾ, ചീമേനി. മൊബൈൽ 9447730972. ആയിരക്കണക്കിന് ഭക്തജനങ്ങൾക്ക് ആയുഷ്കാലത്തിന്റെ ആത്മസായുജ്യം പകർന്നുകൊണ്ടാണ് ഇത്തവണയും മടിയൻകൂലോം ക്ഷേത്രപാലക ക്ഷേത്രത്തിലെ കലശോത്സവം അരങ്ങൊഴിഞ്ഞത്. 2 ദിനങ്ങളിലായി കൊണ്ടാടിയ കലശോത്സവത്തിന്റെ സമാപന സുദിനത്തിൽ ഈ വർഷവും ക്ഷേത്രസന്നിധി ജനസാഗരമായി. പുറത്തെ കലശമെന്നറിയപ്പെടുന്ന 2ാം ദിനത്തിന്റെ പകലിൽ ഇക്കുറിയും ക്ഷേത്രപാലകൻ ഈശ്വരനും കാളരാത്രി അമ്മയും നടയിൽ ഭഗവതിയും അരങ്ങിലെത്തി ഭക്തർക്ക് മഞ്ഞൾക്കുറി നൽകി അനുഗ്രഹം ചൊരിഞ്ഞു. നീലേശ്വരം മന്നംപുറത്തുകാവിലെ കോലധാരി സ്ഥാനികരായ കിണാവൂർ നേണിക്കം, അഞ്ഞൂറ്റാൻ, പള്ളിക്കര കർണമൂർത്തി എന്നിവരാണ് മടിയൻകൂലോം ക്ഷേത്രത്തിൽ തെയ്യങ്ങളുടെ കൈപിടിച്ച് അരങ്ങിലെത്തിയത്. അഞ്ഞൂറ്റാൻ കാളരാത്രി അമ്മയെയും നേണിക്കം ക്ഷേത്രപാലകൻ ഈശ്വരനെയും കർണമൂർത്തി നടയിൽ ഭഗവതിയെയും കൈപിടിച്ച് അരങ്ങിലെത്തിച്ചു. കോലധാരി സ്ഥാനികരായ മടിയൻ ഷിബു ചിങ്കം, മടിയൻ കുമാരൻ കർണമൂർത്തി, മടിയൻ കുഞ്ഞിരാമൻ പുല്ലൂരാൻ എന്നിവരാണ് തെയ്യക്കോലമണിഞ്ഞത്. അടോട്ട് മൂത്തേടത്ത് കുതിര്, മധുരക്കാട് വയൽ, കിഴക്കുംകര ഇളയിടത്ത് കുതിര്, മടിക്കൈ പെരിയാങ്കോട്ട് ഭഗവതി ക്ഷേത്ര, തീയർപാലം കളരി എന്നിവിടങ്ങളിൽ നിന്നുള്ള കലശങ്ങളും അമരഭൂവിലെത്തി. അധികം വൈകാതെ തെയ്യങ്ങൾക്ക് അകമ്പടിയേകി കലശങ്ങൾ ക്ഷേത്രത്തെ വലം വച്ചു. പിന്നാലെ മീൻകോവ സമർപ്പണത്തിനായി മാണിക്കോത്ത് പുന്നക്കാൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നുള്ള വിശ്വാസി സമൂഹവും സന്നിധിയിൽ വന്നിരുന്നു. മടിയൻകൂലോത്തെയും മന്നംപുറത്തുകാവിലെയും കലശോത്സവം കഴിയുന്നതോടെയാണ് അത്യുത്തര കേരളത്തിലെ ഓരോ കളിയാട്ടക്കാലവും അരങ്ങൊഴിയുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.